അങ്ങനെ അവർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഒരു അമ്പലത്തിൻ്റെ നടയിലെത്താറായി. അപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ വാഹനം അവിടെ നിർത്തിയിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെയാണ് പോകാനുള്ളത്, ഞാനൊരു നേർച്ച ഇട്ടതാണ്, അത് എപ്പോഴും നമുക്കിവിടെ പോകാം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഭയങ്കര സ്റ്റെപ്പാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി പോവാം. അപ്പോൾ നോക്കുമ്പോഴൊക്കെ അവരെ മുന്നിൽ കൂടെ പോകുന്നതൊക്കെ അവരോരോ ഭാര്യയെ എടുത്ത് കൊണ്ടാണ് സ്റ്റെപ്പ് കയറി പോകുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്, ഞാൻ വരുന്നില്ല, നീ മാത്രം പോയിട്ട് വാ. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളും കൂടെ വരണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നേർച്ച ഇട്ടാണെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ പൊക്കി കത്തോട് പോകണം. അപ്പോൾ ഇറങ്ങി വരുന്ന ഒരാൾ പറയുന്നുണ്ട് ഇങ്ങനെയല്ല പോകാനുള്ളത്, ഭാര്യനെ പൊക്കി എടുത്തുകൊണ്ട് വേണം സ്റ്റെപ്പ് കയറി പോകാനുള്ളത്. അപ്പോൾ ഇവൾ ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോയാൽ എന്തോരം വെയിറ്റാണ്, ഞാൻ എവിടം വരെ ചെന്നെത്തും എന്നൊക്കെയുള്ള ഇതായിരുന്നു. എന്നെക്കൊണ്ട് കഴിയില്ല നീ. അങ്ങനെ സച്ചി വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് നീ കല്ലാണോ കഴിക്കുന്നത് അതോ ചോറാണോ കഴിക്കുന്നത്, ഭയങ്കര വെയിറ്റാണല്ലോ നിന്നെ, ഞാൻ എങ്ങനെ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രേവതി എടുത്തുകൊണ്ട് പോവുകയാണ്. രേവതി അപ്പോഴത്തേക്കും നിന്നോട് നല്ല സ്നേഹമുണ്ടല്ലേ, എനിക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല, ദേഷ്യം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടു പോവാണ്. സച്ചി രേവതി എടുത്ത സമയത്ത് തന്നെ വല്ലാത്തൊരു സൗണ്ട് കേട്ടോ, ഇത് എന്തോരം വെയിറ്റാണ്. അങ്ങനെ സച്ചി എടുത്തുകൊണ്ട് മുകളിലോട്ട് പോവാണ്. ശ്രീകോവിലിൻ്റെ അവിടെ കൊണ്ട് നിർത്തും. അപ്പോഴത്തേക്കും നോക്കിയപ്പോഴും ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് പോയി കോവിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും ഈ പെൺകുട്ടി എടുത്തുകൊണ്ട് പോകണം. അപ്പോഴത്തേക്കും സച്ചി ഇത് കണ്ണ് തള്ളയാണ്. ഇനി ഞാൻ മുകളിലോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഞാൻ താഴോട്ട് എടുത്തുകൊണ്ട് വരണം, ദൈവമേ എനിക്ക് വയ്യേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അവൾ ഇരുന്നപ്പോൾ നല്ല ഒരു ആശ്വാസം അവൾക്ക് തോന്നുന്നു, സമാധാനം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകോവിലിൻ്റെ അവിടെ എത്തി. സച്ചി ശരിക്കും ക്ഷീണിച്ചു. സാരിത്തുമ്പ് കൊണ്ട് സച്ചിയുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് രേവതി. അങ്ങനെ രേവതി സച്ചിയുടെ കയ്യിൽ നിന്ന് കീ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ശാന്തിരി കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ കാർ എന്നും നമ്മുടെ കയ്യിൽ തന്നെ കാണണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. സച്ചി എല്ലായിടും ഇങ്ങനെ വീക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചന്ദ്രോദയത്തിലെ ചന്ദ്രമതി ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് സ്തുതിയുടെ കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇവൻ്റെ ഈ ഫോൺ വർക്കാവുന്നില്ലെന്ന് തോന്നുന്നു, നീ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് വർക്കാവാത്തല്ല, ഫ്ലൈറ്റ് മോഡിലാണ് ആ ഫോൺ കിടന്നത്. അതെന്താ മോനെ എന്ന് പറയാം, അതൊരു ഇതാണ്, അതൊന്നും അമ്മ അന്വേഷിക്കും, ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് എന്തുകൊണ്ടാണ് ജോലി തരാത്തതെന്നാണ് സച്ചി, ഇത്രയും ബുദ്ധിയുള്ള നിനക്ക് എന്തുകൊണ്ടാണ് ജോലി തരാത്തത് എന്ന് ആലോചിക്കണം. അത് അമ്മേ ഞാൻ പോകുന്നിടത്ത് എല്ലായിടവും എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവരാണ്, അപ്പോൾ അത് അവർക്ക് അസൂയാണ്, അതുകൊണ്ടാണ് അവരെന്നെ ജോലിക്ക് എടുക്കാത്തത് എന്ന് പറയുന്നത്. ഞാൻ ജോലിക്ക് പോവുകയാണെന്ന് പറയുന്നത്, നീ ജോലിക്ക് പോവുക, നീ എവിടെ പാർക്കിൽ, അമ്മ ഒന്ന് പതുക്കെ പറ ശ്രുതി കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും മോനുമായിട്ട് സംസാരം വെച്ചാൽ അമ്മയ്ക്കറിയാം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഈ പൊങ്കച്ചൻ പറയുന്ന അല്ലാതെ ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ശ്രുതിയും പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ശ്രുതി പാർലറിലും പാർക്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ അവർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴേ ശ്രുതി പോയി. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി ബാത്റൂമിലേക്ക് കയറുകയാണ്. ആ സമയം ശ്രുതി അവിടെ നിന്ന് എന്തോ എടുക്കാൻ മറന്നു. അങ്ങനെ തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ഇതാരാ ഫോണെന്ന് ചോദിച്ച് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നവീനാണ് വിളിക്കുന്നത്. നവീൻ വിളിക്കുന്നതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശ്രുതി പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് ശ്രുതിയാണെങ്കിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഫോൺ എടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും നവീനാണ്. നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യം വിളിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് നിൻ്റെ ഭർത്താവാണ് എടുത്തത്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. നിനക്കറിയില്ല എൻ്റെ കാര്യം, നീ ഇപ്പോൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്, ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് ആ തുക എനിക്ക് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരും, നിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് നവീന് ശ്രുതിയെ പേടിപ്പിക്കുകയാണ്.